ഞാൻ നമ്മുടെ സഫാരിയെക്കുറിച്ച് വീഡിയോ യൂട്യൂബിലിട്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് യൂട്യൂബ് ഇടുന്നത്. ആ വീഡിയോയിൽ നിന്ന് കിട്ടി എനിക്ക് കുറേ പോസിറ്റീവ് കാര്യങ്ങൾ കിട്ടി. ഒരുപാട് പേര് എന്നോട് കുറേ ഡൗട്ട് ചോദിച്ചു. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ ഗ്രൂപ്പുണ്ട് നമുക്ക് സഫാരിയുടെ, അതിനകത്ത് കുറേ പേര് ആഡായി. അപ്പോൾ കാർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക അറിവുകളും കിട്ടും നമുക്ക്. അതുവഴി കുറേ കാര്യങ്ങൾക്ക് മനസ്സിലാക്കാനും കുറേ പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഞാൻ സഫാരിയെക്കുറിച്ച് കുറച്ചുകൂടെ വീഡിയോ ഇടാം. പിന്നെ നമ്മുടെ സ്കോർപിയോ റീടെസ്റ്റ് ആയി ഇട്ടിരിക്കുകയാണ്, അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സഫാരിയുടെ ഒരു കാര്യം ഞാൻ കാണിക്കാം. പഴയ വണ്ടിയാണ്, ഒരുപാട് ഹേറ്റേഴ്സൊക്കെ ഉള്ള വണ്ടിയാണ്, എന്നാൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു വണ്ടി കൂടാണ് സഫാരി. അപ്പം സഫാരിയുടെ ഒരു കാര്യം കാണിക്കാം. പഴയ വണ്ടികൾ സ്റ്റാർട്ടാകുമ്പോൾ ഇച്ചിരി ടൈം എടുക്കും, നമ്മൾ കിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും. പക്ഷേ സഫാരിയുടെ കേസിൽ പഴയ വണ്ടിയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് ഈ വണ്ടി സ്റ്റാർട്ടാകും. അതെനിക്ക് സഫാരിക്ക് അങ്ങനൊരു പ്രത്യേകത ഉള്ള പോലെ എനിക്ക് തോന്നി. കാര്യം അങ്ങനെ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഈ വണ്ടി പോകുമ്പോൾ കിട്ടുന്നൊരു യാത്രാസുഖം ഉണ്ടല്ലോ, അത് ഈ വണ്ടി യാത്ര ചെയ്യുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. ഒരുപാട് പോസിറ്റീവ്സ് ഉള്ള വണ്ടിയാണ്, എന്നാൽ ഒരുപാട് ഹേറ്റേഴ്സും ഉണ്ട്. എന്തായാലും സഫാരി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ഇനി ഇടാം. ഓക്കെ.